ആബേലച്ചനുമായിട്ട് എന്താണ് എങ്ങനെയാണ് അടുപ്പം? 9th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്കൂളിൻ്റെ ചാരിറ്റി ഷോ, അപ്പോൾ അത് ഫണ്ട് റേസിംഗ് ആയിട്ട് ഒരു പ്രോഗ്രാം എറണാകുളം ടൗൺ ഹാളിൽ നടക്കുകയാണ്. അപ്പം ഞാൻ നാട്ടിൽ കുറച്ച് ഇത്തിരിശ പാടും എന്നുള്ളൊരു ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു 2 പാട്ട് ജ്യോതി പാടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തൂക്കണം കുരുവിയോ താരിളം വിരുന്നു കാട്ടുപാലരുവിയോ താമരക്കുരുന്നു, അങ്ങനെ ഒരു പാട്ടൊക്കെ ആയിരുന്നു. എനിക്ക് 2 പാട്ടുണ്ടായിരുന്നത്. അത് കേട്ടിട്ട് ഫാദർ ആബേൽ അവിടുന്ന് ഒരാളെ പറഞ്ഞു വിട്ടു, പാടുന്ന കുട്ടിയുടെ പേരൊക്കെ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാനായിട്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോൾ എനിക്ക് ഫാദർ ആബേലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. ഫാദർ ആബേൽ വീട്ടിൽ വരികയാണ് ഗാനമേളയ്ക്ക് വിടുമെന്ന് ചോദിച്ചിട്ട്. അങ്ങനെയാണ് ഞാൻ കലാഭവൻ എന്ന പ്രസ്ഥാനത്തിൽ പാടാനായിട്ട് ആദ്യമായിട്ട്. ജൂനിയർ ആർട്ടിസ്റ്റാണ് അവിടെ. ഞാൻ അന്ന് 9th പഠിക്കുക. പിന്നെ 10th ആയപ്പോൾ അമ്മ പറഞ്ഞു പാട്ടൊന്നും വേണ്ട, ഗാനമേളയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദർ എഗെയിൻ വീട്ടിൽ വന്നു. അച്ഛനോട് പറഞ്ഞു മേനോൻ എന്തായാലും ജ്യോതിയെ വിടണം, പ്രോഗ്രാമിനെ വിടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ അവിടെ ഒരു 4-5 വർഷത്തോളം തുടർച്ചയായിട്ട് കലാഭവനിൽ പാടി. മെലഡിയാണോ അതോ ഫാസ്റ്റ് നമ്പേഴ്സ് ആണോ കൂടുതൽ പ്രിയം? മെലഡിയാണ്. മെലഡി കിങ് ഇരിക്കുന്നു. ചേട്ടൻ വളരെ ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്. മാർഗഴിയെ മല്ലികയെ അങ്ങനെ പിച്ചകപ്പൂങ്കാവുകൾക്കുമപ്പുറം അവനത്രയും മുരുകി വീണുപോയി അതുണ്ട്. പിന്നെ ഇതിലുണ്ട് മറ്റേ മുല്ലവള്ളിയിലുണ്ടല്ലോ ദുംതനക്കടി 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 ദുമ്മ ദുമ്മ. ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അന്ന് കാലത്ത് ക്ലാസിക്കൽ വേണമെങ്കിൽ രവീന്ദ്ര മാഷ്, കുറച്ച് ഫോക്ക് ഓറിയന്റഡ് മെലഡീസ് വേണമെങ്കിൽ ജോൺസന്റെ അടുത്തേക്ക് പോകും. ഞങ്ങളുടെ കാലഘട്ടത്തിൽ മെലഡി എന്ന് പറയുമ്പോൾ നേരെ എൻ്റെ അടുത്ത്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ജയരാജ് ഡയറക്ടർ, അദ്ദേഹത്തിന് വേണ്ടി പാടിയായിരുന്നോ? ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആ ഒരു ഗാനം പാടാനുള്ള ഭാഗ്യം ഉണ്ടായത്. മെഹഫിൽ എന്നാണ് ചിത്രത്തിന്റെ പേര്. സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. അത് ഇങ്ങനെ അവാർഡിനൊക്കെ പരിഗണിക്കുന്ന ഒരു ഇതില്, അതുകൊണ്ട് സിനിമ റിലീസ് ചെയ്തിട്ടില്ല. കൈതപ്പുറം സാറിന്റെ വരികൾക്ക് അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ് അതിന്റെ സംഗീതം, ദീപാങ്കുരൻ. അപ്പൊ ഞാന് ദീപാങ്കുരനായിട്ട് പരിചയം എന്ന് പറഞ്ഞ ഒരു ജിംഗിളിന് പാടാൻ പോയതാണ്. അങ്ങനെ എന്നെ ഓർത്ത് വെച്ച് ഇങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ ചേച്ചിയുടെ വോയിസിന് പറ്റും എന്ന് തോന്നുന്നു, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ്. കനവാണോ നിനവാണോ കന്നി നിലാ മഴയാണോ തമ്പി മുറുക്കിയ തന്തുരുവാണോ ഒരു നാടൻ പാട്ടാണോ ഒരു നാടൻ പാട്ടാണോ കനവല്ല നിനവല്ല കന്നി നിലാ മഴയല്ല തമ്പി മുറുക്കിയ തമ്പുരുവല്ല ഒരു നാടൻ പെണ്ണാണ് ഒരു നാടൻ പെണ്ണാണ്. നല്ല പാട്ട് കേട്ടോ. അപ്പൊ ഉടനെ റിലീസാവും എന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു പാട്ട് കേട്ടോ. നല്ല എന്താണ് മലയാള മണ്ണിന്റെ ഗന്ധമുണ്ട്. ഒരു ഫോക്ക് സ്റ്റൈലിലാണ് അത്. അതിന്റെ ബീജി എല്ലാം ഹാർമോണിയമാണ്, കീബോർഡും ഒന്നുമില്ല അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ജയരാജ് സാധാരണക്കാരനല്ല, പാട്ട് എത്തേണ്ടോടത്ത് എത്തും.